السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആജ് നിങ്ങളിവിടെ നിങ്ങളുടെ ഖുദ്ദാമുൽ അഹമ്മദിയുടെ നാഷണൽ ഇജ്തിമായിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എല്ലാ ഇജ്തിമകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം, എല്ലാ പോഷക സംഘടനകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം അത് അള്ളാഹുവിൻ്റെ സ്നേഹം നിലനാട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആത്മീയ, അതുപോലെ തന്നെ വൈജ്ഞാനികപരമായിട്ടുള്ള സ്വഭാവവും അതുപോലെ തന്നെ ഉയർത്തുക, അതിൻ്റെ നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ്. ഇതുതന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. ഈ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പോഷക സംഘടനകളെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഖുദ്ദാമിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മജ്ലിസിൻ്റെ ഉദ്ദേശം എന്താണ്? അത്ഫാലായാലും അവരുടെ വിദ്യാഭ്യാസം അവരിവിടെ കരസ്ഥമാക്കുന്നത് അവരുടെ ബുദ്ധിക്ക് വളർച്ച നൽകുന്നതിന് ഉപകാരമാകുന്നു. ചില കുട്ടികളെ കാണാറുണ്ട്, 10 വയസ്സിൽ തന്നെ വളരെ നല്ല വൈജ്ഞാനികപരമായിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അവരുള്ളിൽ കഴിവുകളുണ്ട് എന്നുള്ളതാണ്. പല ദീനീ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ ഗഹനമായിട്ട് പഠിക്കാനും അതിനെ മനസ്സിലാക്കാനുമുള്ള കഴിവ് അവർക്കുണ്ട്. ഈ നമ്മുടെ ഖുദ്ദാമും അത്ഫാലും എങ്ങനെ ഈ ഒരു നിലവാരം കരസ്ഥമാക്കാമെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഞാൻ സംസാരിക്കുന്നതാണ്. ഇന്നത്തുള്ള അവസ്ഥ അത് സംബന്ധമായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയുടെ മെമ്പർ അല്ലെങ്കിൽ അത്ഫാൽ അഹമ്മദിയ എന്ന മെമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ദീനീപരമായിട്ടും ആത്മീയപരമായിട്ടും സ്വഭാവപരമായിട്ടുമുള്ള നിലവാരം അതിനെ ഉയർത്തേണ്ടതുണ്ട്. ഇജ്തിമാന്റെ അവസരത്തിൽ ദീനി അതുപോലെ തന്നെ വൈജ്ഞാനികപരമായിട്ടുള്ള മത്സരങ്ങൾ നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ കായിക മത്സരങ്ങളും നടത്തപ്പെടുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ പലരും അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ്. അതിൽ നിന്ന് ആനന്ദവും കണ്ടെത്തുന്നു. പക്ഷേ യഥാർത്ഥ ഉദ്ദേശം അത് കളിക്കുക എന്നുള്ളതല്ല, ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ അടിസ്ഥാന ഉദ്ദേശം, കായിക മത്സരങ്ങളുടെ ഉദ്ദേശം, അതുപോലെ തന്നെ മറ്റെല്ലാ മത്സരങ്ങളുടെ ഉദ്ദേശം അത് മെമ്പറുകളുടെ ഉള്ളിൽ അവരിൽ ശാരീരികപരമായിട്ടുള്ള ശക്തി ഉണ്ടാവണം, ശരീരം ആരോഗ്യമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കേണ്ട ആ ചുമതല, അള്ളാഹുവിൻ്റെ അടിമകളുടെ അവകാശങ്ങൾ പൂർത്തിയാക്കേണ്ട ആ ചുമതല അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഹതഭാഗ്യം എന്ന് പറയട്ടെ, പല യുവാക്കളും തങ്ങളുടെ സമയം ഓൺലൈനായിട്ട് വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗശൂന്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ട്
നശിപ്പിച്ചു കളയുന്നു, ഓൺലൈൻ ഗെയിംസുകൾ കളിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് കായികപരമായിട്ടുള്ള ചില കളികളിൽ ഏർപ്പെടുന്നതിന് പകരം ഇങ്ങനെയുള്ള കളികളിലാണ് അവർ ഏർപ്പെടുന്നത്. ഈ കാര്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഇജ്തിമാ വളരെ നിർബന്ധമാണ്. ഇതുകൊണ്ട് എങ്ങനെ നാം പുറത്തിറങ്ങിക്കൊണ്ട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ള നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കായിക മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങനെയുള്ള പാഠങ്ങൾ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ പ്രകടമായിക്കൊണ്ട് നമ്മുടെ ശക്തിയെ പ്രകടിപ്പിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ശരിയായ ഉദ്ദേശം എന്നുള്ളത് മനുഷ്യൻ ആരോഗ്യവാനായിരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ആ ഉദ്ദേശം അത് യഥാർത്ഥ രീതിയിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഒരു അഹമ്മദി എന്ന നിലക്ക് നമ്മുടെ അടിസ്ഥാന ഉദ്ദേശം ഇത് തന്നെയാണ്, അള്ളാഹുവിൻ്റെ അവകാശങ്ങളെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഈ കായിക മത്സരങ്ങൾ, സ്പോർട്സായാലും കളികളായാലും ഇതെല്ലാം നമ്മുടെ ബുദ്ധിക്കും മനസ്സിനും സമാധാനം നൽകുന്നതിന് വേണ്ടിയിട്ടും ഉപകാരപ്രദമായിട്ടുള്ളതാണ്. അത് ഫലമായിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് മെച്ചപ്പെടുത്താവുന്നതാണ്. നമ്മുടെ ബുദ്ധിക്ക് ഒരു പ്രകാശം നൽകപ്പെടുന്നു, കഴിവുകൾ നൽകപ്പെടുന്നു. ഈ പരിപാടികളെല്ലാം ഹുസൂർ തിരുമനസ് പറയുന്നു, കളികൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. യുവാക്കൾക്ക് അവരുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും ദീനീ വിദ്യാഭ്യാസത്തിനും അത് ഉപകാരപ്രദമാണ്. ഞാൻ പറഞ്ഞ പോലെ യഥാർത്ഥ ഉദ്ദേശം നമ്മുടെ കളികളുടേത്, കായിക മത്സരങ്ങളുടേത് അല്ലെങ്കിൽ മത്സരങ്ങളുടേത് നമ്മൾ ജയിക്കുക, ഒരു ടൂർണമെൻറ്റ് ജയിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. പക്ഷേ യഥാർത്ഥ ഉദ്ദേശം നമുക്ക് ഭൗതിക ജനങ്ങളെ പോലെ നമുക്ക് പ്രവർത്തിക്കാൻ പാടില്ല. കളി എന്നുള്ളത് മരണജീവിതം ഒരു കളിയായിക്കൊണ്ട് അതിനത്രക്ക് സീരിയസ് ആയി എടുക്കാൻ പാടില്ല. അങ്ങനെ അവർ തമ്മിൽ ആ കളികളുടെ പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ തർക്കിക്കുകയും പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ ചില സമയങ്ങളിൽ ഹതഭാഗ്യം എന്ന് പറയട്ടെ, അഹമ്മദികളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം കാണപ്പെടുന്നു. ചില സമയങ്ങളിൽ തങ്ങളുടെ അഹങ്കാരവും വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടും അവർ തമ്മിൽ തർക്കിക്കുന്നു. മസ്റൂർ ടൂർണമെൻറ്റ് അത് ക്യാൻസൽ ചെയ്തതിൻ്റെ കാരണം ഇതാണ്. അത് വ്യക്തമായത് വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങളും അഹങ്കാരവും കൊണ്ട് യഥാർത്ഥ ഉദ്ദേശത്തിൽ നിന്ന് തെന്നിമാറി. അതുകൊണ്ടാണ് അത് ക്യാൻസലാക്കിയത്. അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം സുഹൃത്ബന്ധം വർദ്ധിക്കുക എന്നുള്ളതാണ്. അതിന് ഫലം, പക്ഷെ അതിൻ്റെ ഫലം തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ഉണ്ടായത്. അപ്പം ഇങ്ങനെയുള്ള പെരുമാറ്റവും പെരുമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിക്കൊണ്ട് കലഹങ്ങൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. യഥാർത്ഥ ഉദ്ദേശം, നമ്മളുടെ പരിഷ്കരണം, അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. അഹമ്മദി എന്ന നിലക്ക് നാം ഏതെങ്കിലും കളിയിൽ ഏർപ്പെടുമ്പോൾ എപ്പോഴും സ്പോർട്സ്മാൻഷിപ്പ് എൻ്റെ ആ ഒരു ആത്മാവിനെ നാം ഉൾക്കൊള്ളണം. നമ്മുടെ സ്വഭാവവും അതുപോലെ തന്നെ തമ്മിലുള്ള ബഹുമാനത്തെയും എപ്പോഴും മുൻനിർത്തണം. അതിനെ ഒരിക്കലും തന്നെ അതിനെ തിരസ്കരിക്കരുത്, അതിനെ ഒഴിവാക്കരുത്. ഉയർന്ന സ്വഭാവ ഗുണങ്ങൾ അത് കാണിച്ചു വെക്കേണ്ടതാണ്. ഞാൻ ഈ കാര്യം വീണ്ടും പറയുന്നത്, നമ്മുടെ കായിക മത്സരങ്ങൾ അത് ചെയ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. നമ്മുടെ ശാരീരിക അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുമായിട്ടുള്ള അവകാശങ്ങളും ജനങ്ങളുമായിട്ടുള്ള അവകാശങ്ങൾ അതിനെ പൂർത്തിയാക്കുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ചെയ്യപ്പെടുന്നത്. ഹുസൂർ തിരുമനസ് പറയുന്നു, വെറും ടി വി കാണുക അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ സമയങ്ങൾ നഷ്ടപ്പെടുത്തി കളക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ട് അവൻ്റെ മാനസികപരമായിട്ട് പല രോഗത്തിലേക്കും അവനെ തള്ളിവിടുന്നു. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇൻ്റർനെറ്റ് എല്ലാവിധത്തിലുള്ള വഴികേടുകളിലേക്കും തിന്മയിലേക്കും വഴിതെളിക്കുന്നതാണ്.
അതുപോലെ തന്നെ എല്ലാ രീതിയിലും തമ്മിൽ വിദ്വേഷവും വർദ്ധിക്കുന്നു. എയുടെ അടിസ്ഥാനത്തിൽ മറ്റ് അപകടങ്ങളും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. മിനിസ് പറയുന്നു, ഞാൻ കുറേ കാലമായിട്ട് ഞാൻ താക്കീത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നാം കണ്ണുകൊണ്ട് കാണുന്നു എത്രയധികം ഭയാനകപരമായിട്ടുള്ള അതിന് ഫലങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ അത് നമുക്ക് ലഭിക്കുന്നു. പല യുവാക്കൾ അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തിനാണ്? ഓൺലൈനിൽ ചില ആൾക്കാർ അവരെ ഭീതിപ്പെടുത്തുകയും അതുപോലെ തന്നെ അവരെ ചൂഷണം ചെയ്യുകയും ചെയ്തു. അത് ഫലമായിട്ട് അവർ ഭയപ്പെടുകയും അങ്ങനെ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അമേരിക്കയിൽ ഒരു യുവാവ് ChatGPTന്റെ ഭാഗത്തു നിന്ന് തെറ്റായിട്ടുള്ള സജഷൻ കാരണം, അഭിപ്രായം കാരണം അവൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു പല വയലൻ്റ് വീഡിയോസുകൾ തമ്മിൽ സ്നേഹം വളർത്തുന്നതിന് പകരമായിട്ട് വിദ്വേഷം വളരുന്നത് കാരണമായിട്ട് വ്യക്തിപരമായിട്ട് ജനങ്ങൾ ഈ വീഡിയോകൾ കാണുന്ന ജനങ്ങൾ അതുപോലെ തന്നെ ഒരുമിച്ച് ഇരുന്നു കൊണ്ടും അങ്ങനെ കാണുന്നു അങ്ങനത്തെ പരിപാടികൾ. അപ്പോൾ എന്ത് ഫലമാണിത് ഉണ്ടാക്കുക? അങ്ങനെ അമേരിക്കയിൽ ഒരു പൊളിറ്റീഷ്യനെ വധിക്കുകയുണ്ടായി. രാജ്യത്തിലെ ഒരു നേതാവ് പറയുകയുണ്ടായി, യുവാക്കൾക്ക് ഈ കമ്പ്യൂട്ടറുകളൊക്കെ അത് ഓഫായിക്കൊണ്ട് പുറത്തിറങ്ങേണ്ട ആവശ്യമാണുള്ളതുണ്ട്. പറയുന്നു, ഖിലാഫത്തിൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തിലെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഈ കാലഘട്ടത്തിൽ അപകടങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ഈ കാര്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. മുസ്ലിം അല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ നാം അതിനെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ വ്യക്തമാകുന്നത് അവിടുന്ന് യുവാക്കൾക്ക് വേണ്ടിയിട്ട് പല ജമാഅത്തുകൾക്ക് വേണ്ടിയിട്ടും താലീമിനും അതുപോലെ തർബിയത്തിനും വേണ്ടിയിട്ട് പല സ്കീമുകളും ഉണ്ടാക്കിയിരിക്കുന്നു. അവിടുന്ന് അത് അനുസൃതമായിക്കൊണ്ട് പോഷക സംഘടനകളുടെ ഉദ്ദേശങ്ങൾ വിവരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മനസ്സ് അത് ഖുദ്ദാമുൽ അഹമ്മദിയയും സ്ഥാപിക്കുകയുണ്ടായി. പല ഉപദേശങ്ങളും മനസ്സിൻ്റെ ഉണ്ട്. നിങ്ങൾക്കറിയാവുന്നതാണ്. നിങ്ങൾ ഹദ്റത്ത് മുസ്ലിം അല്ലാഹു തആല അൻഹു ഖുദ്ദാമുൽ അഹമ്മദിയുടെ മുകളിൽ വലിയൊരു ചുമതല ഈ യുവാക്കളിലൂടെയാണ് നൽകിയത്. യുവാക്കളുടെ പരിവർത്തനം, സമൂഹത്തിൻ്റെ പരിവർത്തനം യുവാക്കളുടെ പരിവർത്തനത്തോടു കൂടി അല്ലാതെ സാധ്യമല്ല എന്ന്. ഈ ഒരു മോട്ടോ ഇത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു മോട്ടോയാണ്. ഇത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഖാദിമിനും വളരെയധികം പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നിങ്ങളുടെ ഖുദാം എന്നുള്ള നിലക്ക് നിങ്ങളുടെ ചുമതലയാണ് തങ്ങളുടെ ആത്മീയവും സ്വാഭാവികപരമായിട്ടുള്ള പരിഷ്കരണം നടത്തിക്കൊണ്ട് സമൂഹത്തെ മെച്ചപ്പെടുത്തുക നിങ്ങളുടെ ചുമതലയാണ്. ലോകത്തിനെ യഥാർത്ഥ സമാധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇത് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങൾ പരിശ്രമിക്കേണ്ടതാണ്, കഠിനമായി പരിശ്രമിക്കേണ്ടതാണ്. അത് മുസ്ലിം ഇസ്ലാമിൻ്റെ മിഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ അവസാന ശ്വാസം വരെ പരിശ്രമിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നേ, മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുന്നതിന് മുന്നേ സ്വന്തം എന്താണ് അവസ്ഥ എന്ന് നോക്കുക. മനുഷ്യൻ്റെ ആന്തരിക ഇസ്ലാഹ്, പരിഷ്കരണം, അത് എല്ലാ ഒരു അഹമ്മദി യുവാവിനും മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഇതാണ് ഏറ്റവും വലിയ ആത്മീയ വിപ്ലവത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തന്നെയാണ് ആത്മപരിഷ്കരണം, ആത്മപരിശോധന. അത് മുസ്ലിം അല്ലാഹു തആല അൻഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള മോട്ടോ ഇത് തന്നെയാണ്. ഹുദൂത്ത് പറയുന്നു, ഞാൻ പറഞ്ഞതുപോലെ ശാരീരികപരമായിട്ട് ശക്തപ്പെടുക നിങ്ങളുടെ ഉപകാരം ഇതാണ്. നിങ്ങൾ ഈ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് കഴിവുണ്ടാകും. പല വിധത്തിലുള്ള റിപ്പോർട്ടുകൾ, പഠനങ്ങളും ഇത് സംബന്ധമായിട്ടും
വ്യക്തമാകുന്നു. ആരാണോ ശാരീരികപരമായിട്ട് ശക്തമായിരിക്കുന്നത് അവർ തങ്ങളുടെ വികാരങ്ങളെ നല്ല രീതിയിൽ അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഹുദൂത്ത് പറയുന്നു, ഇങ്ങനെയുള്ള ജനങ്ങൾ ലോകത്ത് മുഴുവൻ നല്ല രീതിയിലുള്ള പ്രഭാവം അവരുണ്ടാക്കുന്നു. അവർ മോശമായിട്ടുള്ളൊരു പ്രഭാവം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ശക്തരായിട്ടുള്ള യുവാക്കൾ. ഖുദ്ദാമുൽ അഹമ്മദിയുടെ മെമ്പർ എന്ന അടിസ്ഥാനത്തിൽ അവിടുന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ദീനിനെ എല്ലാ വസ്തുക്കളുടെ മുകളിലും നിങ്ങൾ മുന്തിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി ഇതാണ്. അത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ഒരു മോട്ടോ സ്ലോഗൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾ പരിവർത്തനം ചെയ്യേണ്ടതുണ്ട്. ആ കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അഹമ്മദിയത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രങ്ങളാവണം നിങ്ങൾ. എല്ലാ പ്രസംഗങ്ങളിലും ഇജ്തിമയിൽ നടത്തപ്പെടുന്ന പ്രസംഗങ്ങൾ അതിൻ്റെ ഉദ്ദേശം ഇതുതന്നെയാണ്. നിങ്ങളിൽ അങ്ങനെയുള്ള നല്ല ഉയർന്ന ചിന്തകൾ ഉണ്ടാവേണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ആത്മീയവും ശാരീരികവുമായി ബുദ്ധിപരമായിട്ടുള്ള ഉന്നമനം ഉണ്ടാകേണ്ടതാണ്. ദീനി അറിവ് അത് കരസ്ഥമാക്കുക എന്നുള്ള വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു മാർഗം. ഹുദൂത്ത് പറയുന്നു, ഈ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ പരിപാടികളിലും ലോക്കൽ ലെവലിലായാലും നാഷണൽ ലെവലിലായാലും വൈജ്ഞാനിക മത്സരങ്ങളിൽ ആദ്യത്തെ മത്സരം വിശുദ്ധ ഖുർആൻ്റേതാണ്. ഏതുപോലെ നമ്മുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ആവശ്യമുണ്ടോ, അതുപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിരിക്കുന്നു. കാരണം എന്നെന്നും നമുക്ക് നമ്മുടെ ആത്മീയ ഭക്ഷണം അത് നമുക്ക് എന്നെന്നും കിട്ടാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഈ കാര്യം നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ ഇല്ലാതെ വിശുദ്ധ ഖുർആൻ അനശ്വരമായിട്ടുള്ള ഒരു സാഗരമാണ്. അതിൻ്റെ അനുഗ്രഹങ്ങൾ അത് അനശ്വരമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇജ്തിമയുടെ വിഷയമായിട്ട് ഇത് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കുട്ടികൾ 7-8 വയസ്സ് എത്തുന്നു, വിശുദ്ധ ഖുർആൻ വായിച്ച് തീർക്കുന്നു. അവർ ദുആ ആമീൻ പരിപാടി നടത്താൻ വേണ്ടി അപേക്ഷിക്കുന്നു. ആമീൻ എന്നുള്ള ഉദ്ദേശം എന്താണ്? അതിൻ്റെ ഇനി വിശുദ്ധ ഖുർആൻ അവസാനിച്ചു എന്നുള്ളതല്ല, പക്ഷേ ആദ്യം വിശുദ്ധ ഖുർആൻ വായിച്ച് പൂർത്തിയാക്കിയാൽ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു തുടക്കമാണ്. ഈ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ ഒരു തുടക്കമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള വാക്കുകൾ ആ രീതിയിൽ സ്വന്തം ജീവിതം നടത്തേണ്ടതാണ്. എപ്പോഴും പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമുക്ക് നൽകിയിട്ടുള്ള അധ്യാപനങ്ങൾ അതിൽ പ്രവർത്തിക്കണം. അതുപോലെ തന്നെ വൃത്തികെട്ട ഫിലിമുകളും സിനിമകളും കാണുന്നത് അതിൽ നിന്ന് രക്ഷപ്പെടണം. സ്വന്തം സമയം ഇതിൽ നിന്ന് നഷ്ടപ്പെടുത്തി കഴിയുന്നു. ആ സമയം നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ ഉപയോഗിക്കുക. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹുമായിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് ഫലമായിട്ട് നിങ്ങൾക്ക് സമൂഹത്തിലും ഒരു നല്ലൊരു പെരുമാറ്റവും നല്ലൊരു പ്രഭാവം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇതിനെ നിങ്ങൾ എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വെക്കുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ തർജ്ജിമ ചിലപ്പോൾ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ്റെ തഫ്സീർ വായിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ജമാഅത്തിലുള്ള പ്രസിദ്ധീകരിക്കപ്പെട്ട തഫ്സീറുകൾ നിങ്ങൾക്ക് ഉള്ള പ്രായം എങ്ങനെയാണെന്നാൽ പുതിയ അറിവുകൾ പെട്ടെന്ന് അവൻ സ്വീകരിക്കുന്നു. ബുദ്ധി വളരെയധികം അത് യുവത്വമുള്ള ബുദ്ധികളാണ്.
വളരെ കഴിവുകളുള്ള ബുദ്ധിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു വൃദ്ധനായ വ്യക്തിയേക്കാൾ നിങ്ങളുടെ പ്രായത്തിലുള്ള ജനങ്ങൾക്ക് പെട്ടെന്ന് ആ അറിവുകളെ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പരിശുദ്ധ ജീവിതത്തെയും പറ്റി പഠിക്കേണ്ടതാണ്. അവിടുത്തെ മുഴുവൻ ജീവിതവും അത് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക എന്ന് അള്ളാഹു പറയുന്നു. ഇത് പറയപ്പെടും. ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ഒരു വ്യക്തി ചോദിക്കുകയുണ്ടായി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നുവെന്ന്. അവിടുന്ന് പറയുകയുണ്ടായി, നീ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നില്ലേ? കാന ഖുലുഖുൽ ഖുർആൻ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം വിശുദ്ധ ഖുർആൻ തന്നെയായിരുന്നു. വിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയിരുന്നു. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നുവെന്ന്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറത്ത്, ജീവചരിത്രം, അതെപ്പോഴും അത് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കേണ്ടതാണ്. അപ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു വാഗ്ദാനം അത് പൂർത്തിയാക്കുന്നവരായിരിക്കും. ദീനിനെ എല്ലാ ദുനിയാവി വസ്തുക്കളെക്കാളും മുന്തിക്കുമെന്നുള്ള ഈ വാഗ്ദാനം നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പോഴായിരിക്കും നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ആത്മീയ മിഷൻ അതിനെ പൂർത്തീകരിക്കുന്നവരായി തീരുകയുള്ളൂ. ഹുദൂത്ത് പറയുന്നു, നിങ്ങൾ പരിപൂർണ കൂറോടുകൂടി നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുമ്പോൾ എന്നേക്കുമായിട്ട് അത് നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കും. ഈ ഒരു ഇജ്തിമ അത് വിജയകരമായിരിക്കും. ഇത് നിങ്ങൾ വെറും 2-3 ദിവസത്തിൽ മാത്രം അള്ളാഹുമായിട്ട് ബന്ധപ്പെടുക എന്നുള്ളത് ഇത് വിജയകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്നെന്നും അത് മുന്നേറിക്കൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും മുന്നേറിക്കൊണ്ടേയിരിക്കണം. എല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ അത് മാറ്റിവെക്കുക. ഈ സമയം ഞാൻ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് അതിനെ പാരായണം ചെയ്യുകയും നിങ്ങൾ കൂറോട് കൂടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നതാണ് ഇതിൻ്റെ വളരെയധികം വലിയ അനുഗ്രഹങ്ങൾ അത് ലഭിക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നതാണ്. നിങ്ങളുടെ ആത്മീയതയിലും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെയും അതിൽ വ്യത്യാസം നിങ്ങൾ കാണുന്നതാണ്. ഈ കാലഘട്ടത്തിൽ തിന്മകൾ ഈ കാലഘട്ടത്തിൽ എല്ലാ പ്രഭാവം തെറ്റായിട്ടുള്ള അതിൽ നിന്ന് നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്നതാണ്. ലോകത്തിൻ്റെ ആ ഒരു ആലങ്കാരികത, അതിൻ്റെ സൗന്ദര്യം, അതിനെ വൃത്തിഹീനമായിക്കൊണ്ടും നിങ്ങൾ കാണുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരം എങ്ങനെയാണെന്ന് ചോദിക്കപ്പെടുകയുണ്ടായി. റളിയല്ലാഹു തആല പറയുകയുണ്ടായി, ഈ ചോദ്യം ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആരാധനയുടെ സൗന്ദര്യം അതെങ്ങനെയായിരുന്നെങ്കിൽ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുള്ള വാക്കുകളില്ല. അതെങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നമസ്കാരങ്ങളുടെ അതിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് ഞാൻ വിവരിക്കുക? അവിടുത്തെ അള്ളാഹുമായിട്ടുള്ള സ്നേഹവും അതുപോലെ തന്നെ കൂറും അത് വിവരിക്കുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സ്നേഹത്തിൽ മുഴുകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു സ്ഥാനത്ത് നമുക്ക് ലഭ്യമാവുക സാധ്യമല്ല. പക്ഷേ അത് ലഭിക്കാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറത്ത്, ആ ഒരു ഉദാത്ത മാതൃക അതിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കാവുന്നതാണ്. പറയുന്നു, ഏറ്റവും വലിയ അടിസ്ഥാന കാര്യം ഇതാണ്. നബി സല്ലല്ലാഹു പഠിപ്പിച്ചത്, തൻ്റെ കർമ്മങ്ങളിലൂടെ പ്രാവർത്തികമായി കാണിക്കുന്നത് ഇതാണ്: നാം അള്ളാഹുവിനെ എപ്പോഴും ഓർക്കുക, അള്ളാഹുവിൻ്റെ ആരാധനയുടെ അവകാശങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് ഏറ്റവും വലിയ പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറത്തിൽ നിന്നുള്ളത്.
മുഹമ്മദ് മുസ്തഫ നാരായേ തക്ബീർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന അള്ളാഹു തൻ്റെ സാക്ഷ്യം വിശുദ്ധ ഖുർആനിൽ നൽകുന്നു. അള്ളാഹു പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ പറയുക, എൻ്റെ ദുആകൾ, എൻ്റെ നമസ്കാരം, എൻ്റെ ത്യാഗങ്ങൾ, എൻ്റെ ജീവിതം, എൻ്റെ മരണം എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. മുഴു ലോകത്തിൻ്റെയും റബ്ബായിട്ടുള്ള അള്ളാഹു. അള്ളാഹു സ്വന്തം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ ഒരു നിലവാരത്തിൻ്റെ സാക്ഷ്യം നൽകുകയാണ്. അവിടുത്തെ എല്ലാ നിമിഷവും, മുഴുവൻ ജീവിതവും, മരണവും പോലും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. വീണ്ടും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിപൂർണമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയുകയാണെങ്കിൽ, കുനിയുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലവാരത്തെപ്പറ്റി പറയുന്നു, ആരാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റുന്നത്, അള്ളാഹു എല്ലാ നന്മയും എല്ലാ ഖൈറിൻ്റെയും ഉത്ഭവം അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഈ അവസരം ലഭിക്കുകയാണ്. നാം നമുക്ക് പല രീതിയിലുള്ള വിജയങ്ങളും നമുക്ക് ലഭിക്കുന്നു. നിങ്ങൾ സ്വന്തം കഴിവ് കൊണ്ടാണ് നമുക്ക് വിജയം ലഭിക്കുന്നത് ധരിക്കരുത്. പക്ഷെ അള്ളാഹുവിൻ്റെ ഫضലാണ്, അള്ളാഹുവിൻ്റെ ഫضലിൻ്റെ കാരണമാണ് നമുക്ക് വിജയം ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു സംശയവുമില്ല ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന് അവൻ്റെ ബലഹീനതകൾ അവനെ നോക്കിയാൽ അവന് മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യൻ എത്രത്തോളം ബലഹീനാണെന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ അവനൊന്നും തന്നെ ലഭിക്കുകയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്രയധികം അള്ളാഹുവിൻ്റെ മുമ്പിൽ കുനിയുന്നു അത്രയധികം അവൻ അള്ളാഹു നൽകുന്നു. എപ്പോഴും അവന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. എല്ലാ സമയത്തും ഉദ്ദേശം അള്ളാഹു ആയിരിക്കണം. അങ്ങനെയില്ലെങ്കിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഭൗതികപരമായിട്ടുള്ള നമ്മുടെ ജോലികൾ അത് നമ്മുടെ ബിംബമായി തീരുകയാണെങ്കിൽ, ദൈവമായി തീരുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അത് പൂർത്തീകരിക്കുന്നവരാകുകയില്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തി തൻ്റെ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് അതിനെ നീട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ, ലോകത്തിന് ഭൗതികതയ്ക്ക് അവൻ പ്രാധാന്യം നൽകുകയാണെങ്കിൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിഷ്ടം പ്രകടിപ്പിച്ച് ഇരിക്കുകയാണ്, മറിച്ച് വളരെയധികം ദേഷ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നത്? പറയുന്നു, അവൻ കുഫറാണ്. ആരാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നത്? അവൻ കുഫറാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ അഹ്മദികൾക്കും 5 നമസ്കാരം അത് എപ്പോഴും അതിനെ മുൻനിർത്തണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തെ മാതൃകയായി വെക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എല്ലാ ത്യാഗങ്ങളും എല്ലാ ആരാധനകളും അള്ളാഹുവിന് വേണ്ടി മാത്രമായിരുന്നു. നമുക്കും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളുടെ അള്ളാഹു അക്ബർ എന്നുള്ള ഈ ഒരു നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്നേഹമുണ്ട് എന്ന് നമ്മൾ വാദം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ വാദം മാത്രമായിക്കൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സ്നേഹമാണ് നമുക്കുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്? നമ്മൾ യഥാർത്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറത്തിൽ പ്രവർത്തിക്കുന്നവരായിത്തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുമ്പോഴായിരിക്കും നമുക്ക് യഥാർത്ഥ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമുണ്ടാവുക. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥാനം ലഭിക്കുക. എല്ലാ അവസരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഗുണങ്ങളെ സ്വന്തം ജീവിതത്തിൻ്റെ മുന്നിൽ വെക്കുകയും
ആ രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു സ്ഥാനം ലഭിക്കുക. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശത്രുക്കൾ ഒരിക്കലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്നവനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അബൂജഹലും ഈ കാര്യം പറഞ്ഞിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരിക്കലും കള്ളം പറയുന്നവനാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കളവിനെ പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക. അബൂജഹലിൻ്റെ ഹതഭാഗ്യമെന്ന് പറയട്ടെ, അവൻ്റെ കാരണത്താൽ ബിംബാരാധനയിൽ മുഴുകിയിരുന്നു. അതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാനുള്ള തൗഫീക്ക് ഉണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളവാനല്ല എന്നറിയാമായിരുന്നു. പക്ഷേ എന്നിട്ട് കൂടി വിശ്വസിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. ഏതൊരു വ്യക്തിയാണോ എപ്പോഴും ഉയർന്ന സ്വഭാവ ഗുണങ്ങളുള്ളത്, സത്യവാനാണെന്നത് എങ്ങനെയാണ് സാധ്യമാവുക? അള്ളാഹുവിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കളവ് പറയുക എന്നുള്ളത് എങ്ങനെയാണ് സാധ്യമാവുക? എന്തായാലും ചില ജനങ്ങളുടെ ഹതഭാഗ്യമാണ് അവർക്ക് എപ്പോഴും കുഫറിൻ്റെ ഭാഗത്തിലാണ് അവർക്ക് നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധതയുടെ അവസ്ഥ ഇതായിരുന്നു. ജനങ്ങൾക്ക് അതറിയാമായിരുന്നു. ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അനിവാര്യമായിരുന്നു. സത്യതയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കണം അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന പ്രവാചകൻ. അങ്ങനെയായിരിക്കണം. ഒരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾ ഇരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിക്കുകയുണ്ടായി, ഏറ്റവും വലിയ തിന്മ എന്താണ്? നബി പറയുകയുണ്ടായി ഷിർക്കാണെന്ന് പറയുകയുണ്ടായി. പിന്നെ പറയുകയുണ്ടായി, പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, പിന്നെ ആരെങ്കിലും വധിക്കുക അക്രമം ചെയ്തുകൊണ്ട്. ഹുസൂർ പറയുന്നു, ഇത് തീർച്ചയായിട്ടും വധം എന്നുള്ളത് ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഒരു കുറ്റമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അതുപോലെ തന്നെ കള്ള വാഗ്ദാനം ചെയ്യുക ഇതും വലിയ തിന്മയാണ് എന്നൊന്ന് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ക്രമം, അതിൽ പിന്നെ പറയുകയുണ്ടായി കള്ള വാഗ്ദാനം ചെയ്യുക ഒരു വലിയ തെറ്റമാണ്. ഹുസൂർ പറയുന്നു, കളവ് പറയാതിരിക്കുക എന്നുള്ളതിൽ എത്രത്തോളം ശ്രദ്ധ നൽകിയിരിക്കുന്നു ഇസ്ലാം എന്ന് നോക്കുക. കാരണം അവൻ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ദംശിക്കുന്നു. കള്ളൻ പറയുന്നവൻ, അവൻ കള്ളൻ എന്തിനാണ് പറയുന്നത്? കാരണം സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ പറ്റി അവൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാ അഹ്മദി യുവാവിനും സ്വന്തം കാര്യങ്ങളെ കച്ചവടങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിൽ എപ്പോഴും സത്യസന്ധതയെ അവർ മുൻനിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആഗ്രഹം ഇതുതന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം സത്യതയെ ജനങ്ങളിലേക്ക് ഇറക്കാൻ ആഗ്രഹിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയുണ്ടായി, ഒരു മാതാവ് തൻ്റെ ഒരു കുട്ടിയെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുകയാണ്, ഒരു സാധനം തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു പറയുകയുണ്ടായി ആ സ്ത്രീയോട്, നീ ആ വസ്തു കുട്ടിക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് കളവാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശിക്ഷ ഉണ്ടാകുന്നതാണെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ ആ ഒരു സ്ത്രീ, അങ്ങനെയുള്ള സ്ത്രീ, കളവ് പറയുന്ന സ്ത്രീകൾ മറ്റുള്ള ആൾക്കാരോടും കളവ് പറയാമെന്നുള്ള പാഠമാണ് ആ കുട്ടികൾക്ക് കൊടുക്കുന്നത്. मान्यता है। പരിപൂർണമായിട്ടുള്ള സത്യസന്ധത ഒരു അഹ്മദിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഗുണമാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ജമാഅത്ത് അങ്ങനെയുള്ള ആത്മാക്കളെ സൃഷ്ടിക്കുക. അപ്പോഴായിരിക്കും
ലോകത്തിന് വേണ്ടിയിട്ട് നേർമാർഗമായിട്ടുള്ള ആ ഒരു ആത്മാക്കളെ എപ്പോഴാണ് നാം സൃഷ്ടിക്കുക? ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ജനങ്ങളെ എപ്പോഴാണ് നാം സൃഷ്ടിക്കുക? നാം ജനങ്ങളുടെ അവസ്ഥ, അവർ വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ആരെങ്കിലും പറ്റി കുറ്റം പറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അവർക്ക് സ്വന്തം ഒരു രസത്തിന് വേണ്ടിയിട്ട്, ആനന്ദം കൊള്ളാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമ്മിൽ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രത്യേകമായിട്ട് തെറ്റായിട്ടുള്ള വാർത്തകൾ, കളവുകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത് എന്നും നടക്കുന്നൊരു കാര്യമാണ്. ഒരു തമാശ പറഞ്ഞുകൊണ്ട് തമാശ രൂപത്തിൽ കളവ് പറയുന്നു. അങ്ങനെ ജനങ്ങളുടെ തമ്മിൽ വിദ്വേഷവും ശത്രുതയും വളരുന്നു. അങ്ങനെ തമ്മിൽ കലഹങ്ങളുണ്ടാകുന്നു. ഇത് ഫലമായിക്കൊണ്ട് സമൂഹത്തിൽ അശാന്തി വരുന്നു. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അനുവാദമുണ്ട്, പക്ഷേ അതിനെ നല്ല രീതിയിൽ നല്ല പ്രഭാവം ചെലുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. സത്യം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കണം. ആത്മീയപരമായിട്ടുള്ള ഗുണങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. വ്യർത്ഥമായ രീതിയിലുള്ള ആനന്ദങ്ങൾക്ക് വേണ്ടിയിട്ട്, അധാർമികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്, വിദ്വേഷങ്ങൾ പരത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടില്ല. സോഷ്യൽ മീഡിയ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. ലജ്നയോടുള്ള പ്രസംഗത്തിൽ ഞാൻ ജർമ്മനിയിലുള്ള ലജ്നങ്ങളോട് ഞാൻ പറയുകയുണ്ടായി, ചില സമയങ്ങളിൽ സ്ത്രീകളിൽ പല കാര്യങ്ങൾ അവിടുത്തെയും കാര്യങ്ങൾ പറയുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാരണം പുരുഷന്മാരിലും ഈ ഒരു സ്വഭാവം വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായിക്കൊണ്ട് നമ്മളെ തടഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്. മനുഷ്യരിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ മുനാഫിക്കത്തുള്ള മനുഷ്യനാണ്, കാപട്യമുള്ള മനുഷ്യനാണ്. ഒരാളോടൊരു കാര്യം പറയുകയും മറ്റൊരാളോട് വേറൊരു കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള മുനാഫിക്കത്തിനെ വളരെ അധികം അതിനെ വിലക്കുകയുണ്ടായി. ചില സമയങ്ങളിൽ തങ്ങളുടെ അഹങ്കാരം അത് പ്രകടിപ്പിക്കാൻ, സമൂഹത്തിൽ അശാന്തി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു. എങ്ങനെയുള്ള വ്യക്തി അവൻ മുനാഫിക്കാണ്. അങ്ങനെയുള്ള പ്രവൃത്തി അതിനെ ഉപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് തഖ്വ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ വാദം, നമ്മുടെ ഈ ഒരു മിഷൻ, നാം ദുനിയാവിൽ ആത്മീയ വിപ്ലവം കൊണ്ടുവരുമെന്നുള്ള ഈ ഒരു വാദം, അത് വെറും പൊള്ളയായിട്ടുള്ള വാദമാണ്. ലോകത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു വാദം. ആദ്യം നമ്മോട് ചോദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ആത്മീയ വിപ്ലവം ഉണ്ടാക്കിയതെന്ന് ചോദിക്കുക. എങ്ങനെയാണ് സഹാബാക്കൾ മുഖാന്തരം ഒരു ആത്മീയ വിപ്ലവം ഉണ്ടാക്കിയത്? അവർ ആ ഒരു കാലഘട്ടത്തിൽ തീർത്തും ജാഹിലീങ്ങളായിരുന്നു. അവർ എല്ലാ തിന്മകളും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അവർ എല്ലാ ആത്മീയ ഗുണങ്ങളും അവർ സ്വായത്തമാക്കുകയുണ്ടായി, ആത്മീയ വിപ്ലവം സംജാതമാക്കുകയുണ്ടായി. ഇത് ഭൗതിക വിജ്ഞാനങ്ങളാൽ ഇത് സാധ്യമാവുകയില്ല. പക്ഷേ ഈ ഒരു വിപ്ലവം, ഇത് അസാധാരണമായിട്ടുള്ള കൂറ് കാരണമായിട്ടാണ് ഇത് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായിട്ട് അവർ അനുസരിക്കുകയുണ്ടായി. ഒരു വ്യക്തി എങ്ങനെ സ്വർഗത്തിൽ അവൻ എത്തിപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ ഉസൂത്ത് പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകുകയുണ്ടായി, അവൻ ഷിർക്ക് ഉപേക്ഷിക്കുക, അള്ളാഹുമായിട്ട് ഷിർക്ക് ചെയ്യുക, നമസ്കാരം അനുഷ്ഠിക്കുക, സക്കാത്ത് നൽകുക. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സ്വന്തം കുടുംബ ബന്ധങ്ങളെ അതിനെ യോജിപ്പിക്കുക, അതിൽ രഞ്ജിപ്പുണ്ടാക്കുക, അവന് സ്വർഗം ലഭിക്കുന്നതാണ്. പറയുന്നു,
ബന്ധങ്ങളിൽ ഈ എല്ലാ കുടുംബ ബന്ധങ്ങളും അതിലുണ്ട്. വളരെ കഷ്ടമെന്ന് പറയട്ടെ, അഹമ്മദി പുരുഷ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബക്കാരെ പറ്റി എഴുതുന്നു. അവരുടെ പെരുമാറ്റം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നു. അള്ളാഹുവിനെ ഭയപ്പെടേണ്ട ആവശ്യമുള്ളത് പുരുഷന്മാർക്ക് ഭാര്യമാരോടും അതുപോലെ തന്നെ മരുമക്കളോടും നല്ല രീതിയിൽ പെരുമാറേണ്ടതാണ്. ഭാര്യയുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ആ ഒരു മരുമകളോട് നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണോ കുടുംബ ബന്ധങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നവർ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നത് അവർക്ക് സ്വർഗത്തിൻ്റെ വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ മരുമക്കളുമായിട്ട് ഇങ്ങനെയുള്ള പെരുമാറ്റം ചെയ്തുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിന് എന്തിനാണ് തങ്ങളുടെ മുകളിൽ ഹറാമ് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ആ മാതാപിതാക്കൾ അതിനെതിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ചുമതലയാണ് അവർ നേരായ മാർഗത്തിൽ നടത്തിപ്പിക്കുക എന്നുള്ളത്. ഒരു കുട്ടി ചോദിക്കുകയും മാതാപിതാക്കളെ എങ്ങനെ അവരെ നേർമാർഗം നൽകാവുന്നതാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്താണോ ശരീഅത്തിനെതിരെയുള്ള കൽപ്പനകൾ തങ്ങളുടെ മാതാപിതാക്കളുടേത് അത് അനുസരിക്കാൻ പാടില്ല. സ്വന്തം ദീനിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളുടെ എതിരെ അവർ ശരീഅത്തിനെതിരെ ഇസ്ലാമിനെതിരെ പറയുകയാണെങ്കിൽ അതനുസരിക്കാൻ പാടില്ല. പക്ഷെ സ്നേഹത്തോടു കൂടി അവർ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഹുസൂർ തന്നീസ് പറയുന്നു, ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. വിശുദ്ധ ഖുർആൻ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹിക്മത്തുകൾ അത് നിങ്ങൾ കാണുന്നതാണ്. എന്തെല്ലാം കാര്യമാണ് അള്ളാഹു നമ്മോട് പറഞ്ഞിരിക്കുന്നതെന്ന്. ഹുസൂർ തന്നീസ് പറയുന്നു, ഞാൻ വിശുദ്ധ ഖുർആൻ്റെ എൻ്റെ അധ്യാപനങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. നമ്മുടെ യുവാക്കൾ, നമ്മുടെ മുതിർന്നവർ എല്ലാവർക്കും വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥ രീതിയിൽ വൈജ്ഞാനികവും ആത്മീയപരമായിട്ടുള്ള വിപ്ലവം നമുക്കുണ്ടാക്കാൻ സാധ്യമേ ഉള്ളൂ. ലോകത്തിൻ്റെ ആ ഒരു നില മാറ്റാൻ സാധിക്കുക നമുക്കപ്പോഴായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വാദം വെറും അത് പൊള്ളയായിട്ടുള്ളൊരു വാദമായിരിക്കും. വളരെ സൗഭാഗ്യവാനായിട്ട് ജനങ്ങളാണ് നാം. പക്ഷേ യഥാർത്ഥ രീതിയിൽ നമ്മുടെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുന്ന അപ്പോഴായിരിക്കും. നമ്മുടെ ബന്ധം ജമാഅത്തുമായിട്ട് സുദൃഢമാകുമ്പോഴായിരിക്കും. ഈ ഇജ്തിമയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഇജ്തിമയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെപ്പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എങ്ങനെ പിന്തുടരണം, ഹദ്റത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഉപദേശങ്ങൾ എന്താണെന്നെല്ലാം നാം പഠിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുമ്പോഴായിരിക്കും നമുക്ക് ആ ലക്ഷ്യം കരസ്ഥമാക്കാൻ സാധ്യമാവുക. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ തഖ്വ അത് കരസ്ഥമാക്കുന്നവരാവുകയുള്ളൂ. നമ്മുടെ യുവാക്കൾ ഈ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ അവരുടെ കൂറ് വളരെയധികം കൂറുള്ള ജനങ്ങളായി യുവാക്കളാകുന്നതാണ്. ലോകത്ത് ഒരാത്മീയ ഉണർവുണ്ടാക്കുന്ന ജനങ്ങളായിരിക്കുന്നതാണ്. ഹുസൂർ തന്നീസ് പറയുന്നു, മുസ്ലിം പറയുകയുണ്ടായി, സമൂഹങ്ങളുടെ പരിഷ്കരണം യുവാക്കളുടെ പരിഷ്കരണത്താലല്ലാതെ സാധ്യമല്ല എന്ന്. അപ്പോൾ നാം സ്വന്തം പരിഷ്കരണം ചെയ്യാൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ സമൂഹത്തെ നമുക്ക് എങ്ങനെ പരിഷ്കരിക്കാൻ സാധിക്കുന്നതാണ്? നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അണുവും ഈ ഒരു പരിശ്രമത്തിലായിരിക്കണം. നാം നമ്മുടെ പരിഷ്കരണം നടത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ പരിഷ്കരണം നടത്തുന്നവരായിരിക്കണം. ഈ ഒരു ഇജ്തിമയിൽ നിന്ന് പോകുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക. നാം മുഴു ലോകത്തിനെയും അള്ളാഹുലേക്ക് കൊണ്ടുവരണം. നമുക്ക് ഹുസൂർ തന്നീസ് പറയുന്നു, ഞാൻ വളരെ വേദനയോട് ദുആ ചെയ്യുന്നു, അള്ളാഹു നിങ്ങൾക്ക് ഈ തൗഫീഖ് നൽകട്ടെ.
ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഈ അഹമ്മദിയത്തിൻ്റെ യഥാർത്ഥ നക്ഷത്രങ്ങളാക്കട്ടെ. നിങ്ങളെ ദുആയിൽ പങ്കെടുക്കുക. آمين.